10 പഠിക്കുന്ന ഒരു അനിയത്തി ഉള്ളത് കൊണ്ടും അവളുടെ റിസൾട്ട് ഇപ്പോൾ വന്നതുകൊണ്ടും അവളുടെ കൂടെ അവൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകലായിരുന്നു കേട്ടോ ഈ ഇടയായിട്ട് എന്റെ പരിപാടി. അങ്ങനെ ഞങ്ങൾ ഒരു സെന്ററിൽ എത്തിയിട്ടോ. അവിടെ പിള്ളേരുടെ കൂടെ വന്നവരൊക്കെ ഒരു റൂമിലായിരുന്നു, പിള്ളേരൊക്കെ വേറെ റൂമിലായിരുന്നേ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ജ്യൂസും കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു ഫ്ലേവറിലുള്ള ഒരു ഫ്രൂട്ടി പോലത്തെ ഒരു സംതിങ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തുറക്കാൻ കുറെ പാടുപെട്ടു. എന്തായാലും മുഖത്ത് എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര നന്നായിരുന്നു എന്ന്. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് അതെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് നോട്ടീസ് ഒക്കെ കൊടുത്തു നിന്നിട്ട് പോയിട്ടോ. എടപ്പാട് വെച്ചിട്ടായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത്. അതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് വന്നു. പരിപാടി കഴിഞ്ഞിട്ടായിരുന്നു അവള് വന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷവും ഇവക്കൊരു പരിപാടിയും കൂടി ഉണ്ട്, അതും എടപ്പാൾ വെച്ചിട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു കടയിൽ കയറിയിട്ട് നല്ല ബിരിയാണി കഴിച്ചു കേട്ടോ. നല്ല എരിവുള്ള ബിരിയാണി ആയിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഇത് തീർക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത സെന്ററിലേക്ക് എത്തിയിട്ടോ. ഇതും ഒരു ട്യൂഷൻ സെന്റർ ആണേ. അങ്ങനെ അവിടെ കുറെ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ സിസ്റ്റർ രജിസ്ട്രേഷന് വേണ്ടി പോയി. പിള്ളേർ പോയാൽ മതിയായിരുന്നു. സോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഹാളിലേക്ക് പോയി കേട്ടോ. അവിടുത്തെ ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വന്നു കേട്ടോ. ഒരു മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് കുറേ ക്ലാസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ MLA വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇവർക്ക് പ്രൈസ് കൊടുക്കുന്നത് MLA ആയിരുന്നേ. സോ MLAക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി നല്ല ലേറ്റ് ആയിട്ടോ. അങ്ങനെ അവസാനം സാറ് വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവർ പ്രൈസ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ അനിയത്തിനെയും വിളിച്ചു, ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ 2 പേർക്കും കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് അത്ര തന്നെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.